ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. റവ വെച്ച് ഒരു 4 മണി പലഹാരമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി വീഡിയോയിലോട്ട് കടക്കാം. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണണം. എന്നാൽ മാത്രമേ എല്ലാം മനസ്സിലാക്കി അതേപോലെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 1 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത് കണക്കാക്കി എടുക്കണം. 1 ഗ്ലാസ് റവയ്ക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര എടുക്കണം. ഞാൻ 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കുണ്ടാക്കുമ്പോൾ 1 ഗ്ലാസ് റവയ്ക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര എടുക്കണം. നെയ്യ് ഞാൻ 200 ml ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ്സാണ് എടുത്തത്. നിങ്ങൾക്ക് 1 ഗ്ലാസ് എടുക്കാം. ബേക്കിംഗ് സോഡ, കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി, 3 ഏലയ്ക്ക തൊലി കളഞ്ഞ് പൊടിച്ചെടുത്തത്. ആദ്യം കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും മൂപ്പിച്ച് വയ്ക്കണം. എന്നിട്ട് വേണം മാവ് റെഡിയാക്കാൻ, അല്ലെങ്കിൽ മാവിരുന്ന് കട്ടിയായി പോകും. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി ഇതിലോട്ട് കാഷ്യൂനട്ട് ഇടാം. കാഷ്യൂനട്ട് മൂത്തതിന് ശേഷം ഉണക്കമുന്തിരി ഇട്ട് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് മൂപ്പിക്കാം. ഇനി ഇതിലോട്ട് ഉണക്കമുന്തിരിങ്ങ ചേർക്കാം. കാഷ്യൂനട്ടിന് പകരം കപ്പലണ്ടി ചേർത്താലും മതി. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി പൊടിക്കുന്ന മിക്സിയുടെ ജാറിലോട്ട് റവ ഇടാം. റവ വറുക്കാത്തതോ വറുത്തതോ എടുക്കാം. പഞ്ചസാരയും കൂടെ ഇടാം. എന്നിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചിട്ട് വരാം. ഇതിപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുത്തു. ഇനി ഇതിനെ അരയ്ക്കുന്ന ജാറിലോട്ടിടാം. ഇനി ഇതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ഏലക്കാപ്പൊടിയും ചേർക്കാം. എന്നിട്ടെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ അടിച്ചെടുത്തു. ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ കുറച്ച് പാലും കൂടി ഒഴിക്കാം. ഞാൻ 150 ml പാലേ ഒഴിച്ചുള്ളൂ. നിങ്ങൾക്ക് 200 ml ഒഴിക്കാം. കുറച്ചുകൂടി ലൂസായിരുന്നാൽ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് വരും. പാലിന് പകരം 3 മുട്ട ചേർത്ത് ഉണ്ടാക്കാം. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് പാൽ ചേർക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട. മാവ് തയ്യാറാക്കിയാൽ ഉടനെ തന്നെ ഇതുണ്ടാക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഞാൻ ഇതിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് അതിൽ വയ്ക്കാം. എന്നിട്ട് ഇതിലാദ്യം നെയ്യ് തേച്ച് കൊടുക്കണം. നല്ലതുപോലെ നെയ്യ് തേക്കണം. ഇതിൽ ഞാനിപ്പോൾ നെയ്യ് തേച്ച് കൊടുത്തു. നെയ്യ് തേച്ചാൽ ബാറ്റർ ഒഴിച്ച് ഇത് വെന്ത് വരുമ്പോൾ ഇളകി വരികയുള്ളൂ. ഞാൻ സ്റ്റീമറിലാണ് വയ്ക്കുന്നത്. അതിന് ഇതേപോലെ വെള്ളം വയ്ക്കണം. എന്നിട്ട് ഇത് കുറച്ച് ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ബാറ്റർ ഒഴിച്ച പാത്രം ഇതിനകത്ത് ഇറക്കി വയ്ക്കാം. ഇങ്ങനെ അടച്ചു വയ്ക്കാം. ഇനി ഇത് 3/4 ഭാഗം വെച്ചാൽ മതി. ഇത് പൊങ്ങി വരും. അത് നിറച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തോട്ട് ബാറ്റർ ഒഴിക്കാം. ഇത് കുറച്ച് കട്ടിയായിപ്പോയി. കുറച്ചുകൂടെ ലൂസായിരുന്നാൽ സ്പൂണിൽ നിന്ന് എളുപ്പം വീഴും. അത് കണക്കാക്കി നിങ്ങൾ തയ്യാറാക്കണം. ഇനി ഇതിനെ ഇതേപോലെ തട്ടി കൊടുക്കണം. എയർ ബൗൾസ് പോകുന്നതിന് വേണ്ടി ഇതേപോലെ എല്ലാം തട്ടി കൊടുക്കണം. വെള്ളം തിളച്ചതിന് ശേഷം അതിനകത്തോട്ട് വയ്ക്കാം. ഇതിപ്പോൾ വെള്ളം തിളച്ച് ആവി വരാൻ തുടങ്ങി. ഇനി ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കാം. പുറത്തോട്ട് വറുത്ത് വച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിങ്ങ ഇട്ട് കൊടുക്കണം. അതിട്ടിട്ട് വേണം ഇതിനകത്തോട്ട് വയ്ക്കാൻ. ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഇത് 10 മിനിറ്റ് ആകുമ്പോൾ വേകും. ഇനി ഇതിനെ തുറന്ന് നോക്കാം.
നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ കുത്തി നോക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, ഇത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ വരും. ഇതേപോലെ എല്ലാം ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.